തട്ടുപാറ പള്ളിയുടെ ആരംഭ ചരിത്രം. ചിരപുരാതനമായ മലയാറ്റൂർ കുരിശുമുടിയുടെ ചരിത്രത്തോളം പഴക്കമുള്ളതാണ് തട്ടുപാറ സെൻറ് തോമസ് പള്ളിയുടെ ചരിത്രം. AD 1-ാം നൂറ്റാണ്ടിൽ മാർത്തോമാ ശ്ലീഹ കേരളത്തിൽ വന്നപ്പോൾ തട്ടുപാറയിലും വന്നുവെന്നാണ് ഇവിടുത്തുകാരുടെ വിശ്വാസം. AD 52-ൽ ക്രിസ്തുശിഷ്യനായ മാർത്തോമാ ശ്ലീഹ കൊടുങ്ങല്ലൂരിലെത്തി കേരളത്തിൽ 7 പള്ളികൾ സ്ഥാപിച്ച ശേഷം മലയാറ്റൂരിലൂടെ കടന്നുപോകുന്ന ഒട്ടകപ്പാതയിലൂടെ പാണ്ഡ്യരാജ്യത്തേക്ക്, അതായത് തമിഴ്നാട്ടിലേക്ക് പോയി ചിന്നമലയിൽ വെച്ച് ശൂലത്താൽ കുത്തേറ്റ് രക്തസാക്ഷിയായി മരിച്ചു. പഴയ ആ ഒട്ടകപ്പാത തട്ടുപാറയിലൂടെയാണ് മലയാറ്റൂരിലേക്ക് പോകുന്നത്. തട്ടുപാറയിലെത്തിയ തോമാസ് ശ്ലീഹ അവിടെ വിശ്രമിച്ചുവെന്നും പ്രാർത്ഥിച്ചുവെന്നും പഴമക്കാർ വിശ്വസിച്ചു പോരുന്നു. പാറയിൽ പതിഞ്ഞ തോമാസ് ശ്ലീഹയുടെ കാൽപാദം മലയാറ്റൂർ കുരിശുമുടിയിൽ ഉള്ളതിനേക്കാൾ വ്യക്തമായി പതിഞ്ഞിട്ടുള്ളത് തട്ടുപാറയിലാണ്. തോമാസ് ശ്ലീഹയുടെ കാൽപാദം പതിഞ്ഞ പാറയുടെ അരികിലായി നിർമ്മിച്ച പുരാതന ദേവാലയമാണ് തട്ടുപാറ പള്ളി. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള മനോഹരമായ തോമാസ് ശ്ലീഹയുടെ തിരുസ്വരൂപം ഈ പള്ളിയിലുണ്ട്. ശത്രുക്കളിൽ നിന്നും രക്ഷപ്പെടാൻ ഒളിസങ്കേതമായി ഉപയോഗിച്ചു പോന്ന ഇവിടുത്തെ ഗുഹയിൽ തോമാസ് ശ്ലീഹ വിശ്രമിച്ചുവെന്നാണ് പാരമ്പര്യ വിശ്വാസം. ഗുഹാമുഖത്ത് നേർച്ചയിടുന്ന പതിവ് ഇവിടെ പണ്ടുകാലത്തുണ്ടായിരുന്നു. ഈ പള്ളി പണിയുവാൻ തിരുനെൽവേലി, തൃശ്ശിനാപ്പള്ളി പ്രദേശങ്ങളിൽ നിന്നും വിദഗ്ധ ശില്പികൾ വരികയും അതിൽ പ്രധാനിയായിരുന്ന പാണ്ഡ്യനാശാൻ തട്ടുപാറയിൽ തോമാസ് ശ്ലീഹയുടെ ഒരു ദർശനം കണ്ടുവെന്നും പിന്നീട് പാണ്ഡ്യനാശാൻ ജീവിതകാലം മുഴുവൻ പള്ളിയുടെ അടുത്ത് ഒരു ഷെഡുണ്ടാക്കി അതിൽ താമസിക്കുകയും പള്ളിയിൽ ഭജനമിരിക്കുകയും ചെയ്തു. ആഴ്ചതോറും മലയിറങ്ങി വന്ന് ഭിക്ഷാടനം നടത്തി പ്രാർത്ഥനാപൂർവം ജീവിച്ച അദ്ദേഹം ഒരു തികഞ്ഞ ക്രൈസ്തവ സന്യാസിയായി മാറുകയാണുണ്ടായത്. ഇവിടുത്തെ ചരിത്ര പ്രാധാന്യം പരിഗണിച്ച് ജൂലൈ 3-ാം തീയതി ഇവിടെ വിശുദ്ധ കുർബാന ചൊല്ലിപ്പോന്നു. ബഹുമാനപ്പെട്ട സ്റ്റീഫൻ കണ്ടത്തിൽ അച്ഛൻ മേരിഗിരി പള്ളിയുടെ വികാരിയായിരുന്ന കാലത്ത് ഇപ്പോഴുള്ള പള്ളിയുടെ പണി പൂർത്തിയാക്കി. മാർ ആൻ്റണി പടിയറ ആശീർവദിക്കുകയും ചെയ്തു. ബഹുമാനപ്പെട്ട തരിയൻ മുണ്ടാടനച്ഛൻ്റെ നേതൃത്വത്തിൽ തട്ടുപാറ അടിവാരത്തിൽ ഒരു കപ്പേള പണിതു. ആ സ്ഥലത്തെ സെൻറ് തോമസ് നഗർ എന്ന് വിളിക്കാൻ തുടങ്ങി. അവിടം മുതൽ പള്ളി വരെ 14 കുരിശുകൾ സ്ഥാപിച്ചത് 1995 ഏപ്രിൽ 2-ാം തീയതി എറണാകുളം അതിരൂപത സഹായമെത്രാൻ മാർ ജേക്കബ് മനത്തോടത്ത് ആണ് ആശീർവദിച്ചത്. ഒക്ടോബർ മാസത്തിൽ ഇവിടെ കൊന്ത നമസ്കാരം നടത്താറുണ്ട്. എല്ലാ ശനിയാഴ്ചയും ഇവിടെ പ്രാർത്ഥനാ ഗ്രൂപ്പിൻ്റെ യോഗം നടത്താറുണ്ട്. പ്രാർത്ഥനാ സമ്മേളനങ്ങൾ നടത്തി വരുന്നു. മേരിഗിരി പള്ളി വികാരിയാണ് ഇവിടുത്തെ കാര്യങ്ങൾ നടത്തി വരുന്നത്. ഈ പള്ളിയിൽ വലിയ നോമ്പിൻ്റെ കാലഘട്ടങ്ങളിൽ കുരിശിൻ്റെ വഴി ചൊല്ലി ആളുകൾ പല സ്ഥലത്തു നിന്നും ദൂരെ നിന്ന് പോലും വിശ്വാസികൾ മല കയറാറുണ്ട്. വലിയ നോമ്പ് കാലത്ത് ഇവിടെ ബൈബിൾ കൺവെൻഷൻ കുറച്ച് വർഷങ്ങളായി നടത്തി വരുന്നു. ആദ്യത്തെ കാലഘട്ടത്ത് തന്നെ തോമാസ് ശ്ലീഹയുടെ ഒരു തീർത്ഥാടന കേന്ദ്രമായിരുന്ന തട്ടുപാറ പള്ളിയിലേക്ക് കേരളത്തിൻ്റെ നാനാഭാഗത്തു നിന്നും തീർത്ഥാടകർ എത്തിയതുകൊണ്ട് തൊട്ടടുത്തുള്ള ഫൊറോന പള്ളിയായ മഞ്ഞപ്പറ പള്ളിയേക്കാളും നേർച്ചപ്പണം ഇവിടെ കൂടുതൽ കിട്ടിത്തുടങ്ങി എന്നറിഞ്ഞ അന്നത്തെ തിരുവിതാംകൂർ രാജാവിൻ്റെ ദിവാനായിരുന്ന സർ CP രാമസ്വാമി അയ്യർ തട്ടുപാറ പള്ളിയുടെ വരുമാനവും പരിസര പ്രദേശങ്ങളും കണ്ടുകെട്ടുവാൻ തീരുമാനിച്ചു. എന്നാൽ അദ്ദേഹത്തിൻ്റെ ലീഗൽ സെക്രട്ടറി ആയിരുന്ന നടുവത്തുശ്ശേരി വക്കീൽ ഈ ദേവാലയത്തിൻ്റെ പ്രശസ്തിയും പ്രാധാന്യവും രാജാവിന് ബോധ്യപ്പെടുത്തുകയും രാജാവ് ഈ പള്ളിക്ക് പട്ടയവും ചുറ്റുമുള്ള സ്ഥലത്തിന് കൈവശാവകാശവും നൽകുകയും ചെയ്തു. അന്ന് അളന്ന് തിട്ടപ്പെടുത്തിയതിൻ്റെ തെളിവായി പള്ളിയുടെ ചുറ്റും പാറയിൽ പതിപ്പിച്ച രാജമുദ്രയായ 3 ശംഖിൻ്റെ അടയാളങ്ങൾ ഇപ്പോഴും ഇവിടെ കാണാവുന്നതാണ്. തട്ടുപാറ പള്ളിയുടെ പരിസരത്തുള്ള പ്രദേശങ്ങൾ പാറമടകൾ ഉണ്ടാവുകയും ക്വാറികൾ രൂപപ്പെടുകയും ചെയ്ത് പരിസ്ഥിതിക്ക് വലിയ ആഘാതം ഏറ്റിട്ടുണ്ടെങ്കിലും പള്ളിയുടെ കൈവശമുള്ള ഭൂമി അതിൻ്റെ തനിമയിൽ തന്നെ കാത്തുസൂക്ഷിച്ചു വരുന്നു. ഇവിടെ പ്രകൃതി മനോഹാരിത ഏറെയുള്ള സ്ഥലം കൂടിയാണ്. തീർത്ഥാടകർക്കും ടൂറിസ്റ്റുകൾക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന സ്ഥലമാണ് തട്ടുപാറ പള്ളി.